ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. വഅൻ ഇബ്നു അബ്ബാസിൻ ഫി ഖൗലിഹി അസ്സ വജൽ വഇൻ കുൻതും മർദാ വഅലാ സഫരിൻ. വഇൻ കുൻതും മർദാ വഅലാ സഫരിൻ, നിങ്ങൾ മർദാ എന്ന് പറഞ്ഞാൽ രോഗികൾ, അലാ സഫരിൻ എന്ന് പറഞ്ഞാൽ യാത്രയിൽ. വഇൻ കുൻതും മർദാ, നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫരിൻ കുൻതും എന്നർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിൽ ആയി. സഫറിൻ ഇവിടെ തഖ്ദീർ കുൻതും, നിങ്ങൾ യാത്രയിലായി. എന്താ, നിങ്ങൾ രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ് എങ്കിൽ എന്താ അള്ളാഹു ബാക്കി പറഞ്ഞ്, വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദു മിൻകും മിനൽ ഗായിത്ത് ഔ ലാമസ്തുമുൻ നിസാ, നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഭാര്യനെ പ്രാപിച്ചു. ഫലം തജിദു മാഅൻ, നിങ്ങൾക്ക് വെള്ളം കണ്ടെത്തിയില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ തയ്യിബ, നിങ്ങൾ എന്ത് ചെയ്യുക, തയമ്മം ചെയ്യുക എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ വിഷയം. അതായത് നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങൾ യാത്രയിലാണ് എങ്കിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, തയമ്മം ചെയ്യാന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വഅൻ ഇബ്നു അബ്ബാസിൻ ഫി ഖൗലിഹി അസ്സ വജൽ വഇൻ കുൻതും മർദാ വഅലാ സഫരിൻ, വഇൻ കുൻതും മർദാ വഅലാ സഫരിൻ എന്ന ആയത്തിൽ, എന്ന അള്ളാഹുവിൻ്റെ വചനത്തിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, ഖാല, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇദാ കാനത് ബിർറജുൽ അൽ ജിറാഹത്തു ഫി സബീലില്ലാഹ്, ഇദാ കാനത് ബിർറജുൽ, ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ, ഇദാ കാനത് ഉണ്ടായാൽ, ബിർറജുലി ഒരു വ്യക്തിയിൽ എന്തുണ്ടായാൽ, അൽ ജിറാഹത്തു ഫി സബീലില്ലാഹ്, അൽ ജിറാഹ മുറിവ്, ജിറാഹത്ത് മുറിവ്, ഫി സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്തു, ഒരാൾക്ക് വെട്ടേറ്റ്, മുറിവേറ്റ്, അങ്ങനെയാണ് എങ്കിൽ, വൽ ഖുറൂഹ് എന്ന് പറഞ്ഞാൽ പൊട്ടലിന് പറയും, പൊട്ടൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കുരുവൊക്കെ ഉണ്ടായിട്ട് പൊട്ടൂലേ, അത് അതിന് ഖുറൂഹ് എന്ന് പറയും. ഖുറൂഹ് പൊട്ടലുകൾ, കുരുണ്ടായിട്ട് പൊട്ടിയത്, മുറിഞ്ഞത്, അതിനൊക്കെ ഖുറൂഹ് എന്ന് പറയും. ഈ വ്രണം പൊട്ടൂല്ലേ, അതാണ് ഖുറൂഹ്. അപ്പോൾ ഇദാകാന ബിർറജുലി, ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ, അൽ ജിറാഹത്ത് ഫി സബീലിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റത്, വൽ ഖുറൂഹ് വ്രണങ്ങൾ പൊട്ടിയൊലിച്ചത് ഉണ്ടായാൽ, ഫയുജിനിബു അങ്ങനെ ആ വ്യക്തി ജനാബത്തുകാരനാവുകയും ചെയ്താൽ, ഫയുജിനിബു അയാൾ ജനാബത്തുകാരനാവുകയും ചെയ്താൽ, ഫയഖാഫ് അൻ യമൂത്ത് ഇൻ ഇഖ്തസൽ, ഫയഖാഫ് അയാൾ ഭയക്കുന്നു, അൻ യമൂത്ത് അയാൾ മരിക്കുമെന്ന്, ഇനി ഇഖ്തസൽ താൻ കുളിച്ചാൽ മരിക്കുമെന്ന് ഭയക്കുകയും ചെയ്യുന്നു. അപ്പോൾ തയമ്മം, എന്താ തയമ്മം, അയാൾ തയമ്മം ചെയ്യട്ടെ. മനസ്സിലായോ? അപ്പോൾ അതായത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗികളാണ് അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ്, വെള്ളം കിട്ടിയില്ല, അപ്പോൾ എന്താ പറഞ്ഞത്, തയമ്മം ചെയ്യാൻ പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, ഇബ്നു അബ്ബാസ് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇദാ കാനത് ബിർറജുലി ജിറാഹത്തു ഫി സബീലില്ലാഹ്, ഒരു മനുഷ്യനിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ മുറിവുണ്ടായി, വൽ ഖുറൂഹ് പൊട്ടലുകളും അതേപോലെ തന്നെ വ്രണം മുറിഞ്ഞൊലിക്കലും ഒക്കെ ഉണ്ടായി, ഫയുജിനിബ് എന്നിട്ട് ആ വ്യക്തിക്ക് എന്തുണ്ടായി, ജനാബത്തും ഉണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി, ഫയഖാഫ് അൻ യമൂത്ത് ഇൻ ഇഖ്തസൽ, ജനാബത്തുണ്ടായാൽ എന്ത് വേണം, കുളിച്ചാൽ താൻ മരിക്കുമെന്ന് അയാൾ ഭയക്കുകയും ചെയ്യുന്നു. ഫയഖാഫ് അയാൾ ഭയക്കുന്നു, അൻ യമൂത്ത ഇൻ ഇഖ്തസൽ, താൻ കുളിച്ചാൽ മരിക്കുമെന്ന്, എങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ, തയമ്മമ അയാൾ തയമ്മം ചെയ്യട്ടെ. ഈ ഇതാന്നുള്ള ഷർത്തുണ്ടല്ലോ, ഇദാകാനത്ത് ആയാൽ, അതിൻ്റെ ജവാബാണ് തയമ്മം, അയാൾ തയമ്മം ചെയ്യട്ടെ. ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്, റവാഹു ദാറഖുത്നി മൗഖൂഫൻ, ഈ ഹദീസ് ഇമാം ദാറഖുത്നി ഇബ്നു അബ്ബാസിൻ്റെ വാക്കായിട്ട് റിപ്പോർട്ട് ചെയ്തു. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ എന്താ, സഹാബി പറഞ്ഞു, ഇബ്നു അബ്ബാസാണ് സഹാബി. അപ്പോൾ സഹാബി പറഞ്ഞതായിട്ട് ആര് റിപ്പോർട്ട് ചെയ്തു, ദാറഖുത്നി റിപ്പോർട്ട് ചെയ്തു. റവാഹു ദാറഖുത്നിയു മൗഖൂഫൻ.
വറഫഅഹു അൽ ബസ്സാർ, ഇതിനെ ബസ്സാർ എന്ത് ചെയ്തിട്ടുണ്ട്? റഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ബസ്സാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസഹഹു ഇബ്നു ഖുസൈമ വൽ ഹാക്കിം, ഇമാം ഹാക്കിമും ഇബ്നു ഖുസൈമയും ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇബ്നു അബ്ബാസിൻ്റെ വാക്കായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സഹിയായി സ്ഥിരപ്പെട്ടുള്ളത് ഇബ്നു അബ്ബാസിൻ്റെ വാക്ക്. കാരണം ഈ ആയത്തിന് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറാണിത്. ഈ ആയത്തിന് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറാണ്. അപ്പോൾ അത് ആരുടെ വാക്കാണിത്? ഇബ്നു അബ്ബാസിൻ്റെ വാക്കാണ്. അത് സഹീഹാണ്. ഇമാം ഇബ്നു ഖുസൈമയും ഇമാം ഹാക്കിമും പറഞ്ഞതുപോലെ ഇത് എന്താണ്? ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറായിട്ട് സഹീഹാണ്. പക്ഷേ ഇബ്നു അബ്ബാസ്, അൽബാനി പറഞ്ഞതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആയത്തിൻ്റെ തഫ്സീറാണ് പറയണത്. അപ്പോൾ അത് തന്നിഷ്ടപ്രകാരം പറയില്ല, മൂപ്പരുടെ വീക്ഷണപ്രകാരം പറയില്ല. പിന്നെ എങ്ങനെ പറയുള്ളൂ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഒരു പ്രൂഫ് ഉള്ളതുകൊണ്ടേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ റഫഅഹു അൽ ബസ്സാർ എന്നല്ലേ, ബസ്സാർ ഇതിനെ റഫ് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ഒരു ആശയം ഇതിനുണ്ട്, ആ ഒരു ആശയം അതിനുണ്ട്. അപ്പോൾ ഇത് മൗഖൂഫ് ആണെങ്കിലും അതിന് മർഫൂഇൻ്റെ ഹുക്കുമാണുള്ളത് എന്നർത്ഥം. അതായത് ഇത് ഇബ്നു അബ്ബാസിൻ്റെ വാക്കാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു തിരുമൊഴിയുടെ വിധിയാണ് ഏതിനുള്ളത്? ഇതിനുള്ളത്. അപ്പോൾ അത് സഹീഹാണ്. അപ്പോൾ എന്താ ഈ ഹദീസ് അറിയിക്കണത്? എന്താ ഹദീസ് അറിയിക്കണത്? യാത്രക്കാരനാണ്, വെള്ളം കിട്ടിയില്ല. രോഗിയാണ്, വെള്ളം കണ്ടെത്തിയില്ല. എങ്കിൽ എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം അല്ലേ? ജീവൻ മരിക്കുമെന്ന് ഭയന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഇന്ന് കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ, അതാണ് എന്ത്? ഹദീസുകൾ, സുന്നത്ത്. പക്ഷെ ചില സഹാബികളുടെ വാക്കിന് റസൂലുള്ളാഹിൻ്റെ ഹദീസിൻ്റെ ഹുക്കുമ് കൊടുക്കും. അതെപ്പോൾ? ഒരിക്കലും ബുദ്ധി പ്രയോഗിക്കാനോ തങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കാനോ പാടില്ലാത്ത വിഷയങ്ങളിൽ സഹാബിയിൽ നിന്നൊരു വാക്ക് സഹിയായി സ്ഥിരപ്പെട്ടാൽ, സഹാബിയുടെ ഒരു വാക്ക് സഹിയായി സ്ഥിരപ്പെടാണ്. ആ വാക്കൊരിക്കലും ഈ ബുദ്ധി പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്, ഗവേഷണാത്മകമായിട്ട് പറയാനും പാടില്ലാത്തതാണെങ്കിൽ അതിനെന്തുണ്ടാവും? മർഫൂഇൻ്റെ ഹുക്കുമായിരിക്കും. റസൂലുള്ളാഹിൽ നിന്ന് ഒരു ഹദീസ് വന്നതിൻ്റെ അതേ വിധിയായിരിക്കും. ഇതൊക്കെ ഹദീസുകൾ എങ്ങനെ സഹിയാണെന്ന് പറയാം. അതേപോലെ തന്നെ അതിൻ്റെ റാവിമാരെ നോക്കും, അതേപോലെ തന്നെ ഹദീസിൻ്റെ വിഷയം നോക്കും. പണ്ഡിതന്മാർക്ക് അതിനുള്ളതായ മാനദണ്ഡം, സഹിയാക്കാനുള്ള മാനദണ്ഡ പ്രകാരം സഹിയാണ് എങ്കിൽ. ഇവിടെ കുറച്ച് ചില മസ്അലകളുണ്ട്. അതായത് ഇപ്പോൾ വെള്ളം ഒരാൾക്ക് നിസ്കാര സമയമായി, വെള്ളം കിട്ടിയില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നിസ്കാര സമയം പോകുമെന്ന് ഭയന്നാൽ തയമ്മം ചെയ്യണം. വെള്ളം കിട്ടിയില്ല, അയാൾ നാട്ടിൽ താമസിക്കുന്ന ആളായാലും വേണ്ടില്ല, യാത്രക്കാരനായാലും വേണ്ടില്ല. യാത്രക്കാരനാണെങ്കിൽ പിന്നെ അതിൽ പറയാനില്ല, കാരണം യാത്രയിൽ വെള്ളം കിട്ടുമെന്നുള്ളത് പിന്നെ അത്ര സാധ്യമല്ല. അതേസമയം നാട്ടിലാവുമ്പോൾ അങ്ങനെ പ്രശ്നമല്ല, ചിലപ്പം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഏതായാലും രണ്ടായാലും അന്വേഷിക്കണം, കിട്ടിയില്ല എങ്കിൽ തയമ്മം ചെയ്യണം. ഈ ഹദീസ് വേറൊരു വിഷയം അറിയിക്കുന്നത്, ഒരാൾ രോഗിയാണ്. അപ്പോൾ രോഗം കാരണത്താൽ മരിക്കാം. ഇവിടെ ഈ ഹദീസിൽ വരുന്നുണ്ട് ആവശ്യം, മരിക്കാം. ഇനി മരിച്ചിട്ടില്ലെങ്കിലും ചിലപ്പം രോഗം മൂർജിക്കാം. മനസ്സിലായോ? അങ്ങനത്തെ അവസ്ഥയിലും എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. രോഗം മൂർജിക്കാം. ഇനിയിപ്പോൾ ഒരാൾ തണുത്ത കാലാവസ്ഥയിലാണ്, നല്ല തണുപ്പാണ്, വുളു ചെയ്താൽ അയാൾ അപകടം ഭയക്കുകയാണ്. ഇതേപോലെ നല്ല തണുപ്പാണ്, വുളു ചെയ്താൽ അപകടം ഭയക്കുകയാണ് എങ്കിൽ അയാൾക്ക് തയമ്മം ചെയ്യാം. ഒരാൾ പിന്നെ വെള്ളം നല്ല തണുപ്പാണ്, നല്ല തണുത്ത വെള്ളമാണ്, ചൂടാക്കാൻ വകുപ്പില്ല. ആ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ രോഗിയായി മാറും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ അതുകൊണ്ട് അയാൾക്കും തയമ്മം ചെയ്യാമെന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവ്, പിന്നെ അത് ഇത്തരം വിഷയങ്ങളൊക്കെ അനുപേക്ഷിക്കാട്ടോ. ചിലർക്ക് ചിലപ്പോൾ വെള്ളം തണുത്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരില്ല, ചിലർക്ക് വെള്ളം തണുത്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരും. മനസ്സിലായില്ലേ? അതറിയാൻ പറ്റും.
പിന്നെ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. മുആവിയ റളിയല്ലാഹുവിന് യാത്ര പോകുമ്പോൾ ഒരു പിന്നെ ഗ്രാമീണ അറബി ഒരു വെള്ളത്തടാകത്തിൻ്റെ അടുത്തേക്ക് വന്ന്, എന്നിട്ട് ആ തടാകത്തിൽ നിറച്ച ഐസാണ്, ഐസ് പാകിയിട്ടുണ്ട്. അയാളെന്ത് ചെയ്ത് ഈ ഐസൊക്കെ വലിച്ചിട്ടിട്ട് മാറ്റിയിട്ടിട്ട് ആ വെള്ളത്തിലിറങ്ങി കുളിച്ച്, ഐസൊക്കെ നീക്കിയിട്ടതിന് ശേഷം ആ വെള്ളത്തിലിറങ്ങി കുളിച്ച് മൂപ്പരെന്ത് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പിന്നെ മുആവിയ വിളിച്ച അയാളെ, മുആവിയക്ക് ഭയങ്കര അത്ഭുതം, നല്ല തണുപ്പാണ്, വെള്ളം ഐസായിട്ടുണ്ട്, പക്ഷേ ഐസ് നീക്കിയിട്ട് അതിൽ ഇറങ്ങിയിട്ട് അതിൽ മൂപ്പര് കുളിച്ച കയറിയത്. അപ്പം മുആവിയ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ അയാളൊരു കവിയാണ്. അപ്പം മുആവിയനെ പരിചയപ്പെട്ട് ആ അമീറുൽ മുഅ്മിനീൻ ഒക്കെ കേട്ട് ഉഷാറായി. അപ്പോൾ അയാളൊരു കവിതയും ചൊല്ലി മുആവിയനെ വർണ്ണിച്ചിട്ട്, അൻത കൽ കൽബി ഫി ഹിഫാദിക ലിൽ ബുദ്ധി അൻത കത്തൈസി ഫി ഖറാഇക ലിൽ ഖുതൂബി. അതായത് മുആവിയനെ വർണ്ണിച്ചിട്ട് പറയാണ്, അൻത കൽ കൽബി ഫി ഹിഫാദിക ലിൽ ബുദ്ധി, സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ നായയെപ്പോലെയാണ്, പിന്നെ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുന്നതിൽ നിങ്ങൾ പിന്നെ മുട്ടനാടിനെ പോലെയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കേൾക്കണ മാത്രയിൽ നിങ്ങൾ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ നായയെപ്പോലെയാണ്, അല്ലെങ്കിൽ പിന്നെ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുന്ന വിഷയത്തിലൊരു പിന്നെ മുട്ടനാടിനെ പോലെയെന്ന് പറയുമ്പോൾ കൂടുള്ളവരുണ്ടല്ലോ, അമീറുൽ മുഅ്മിനീൻ്റെ കൂടുള്ളവരെ എതിർത്ത് നിങ്ങൾ ഇങ്ങനെ അമീറുൽ മുഅ്മിനീനെ ഈ വിധം മദഹ് ചെയ്യുക, ഇതൊരു മദഹല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മുആവിയ ഇടപെട്ടു. മുആവിയ പറഞ്ഞില്ല, ഗ്രാമീണ അറബിയാണ്, ഗ്രാമത്തിൽ നിന്ന് വരികയാണ്, അയാളെ പാടിയത് സ്ഥാനത്താണ്. സ്നേഹം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നായ ഒരിക്കലും എന്ത് ചെയ്യില്ല, പിന്നെ അതിനോടൊരു ഗുണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യജമാനോട് ഒരു പിന്നെ നന്ദി കേട് പ്രവർത്തിക്കില്ല, അതെപ്പോഴും ആ നന്ദി ഓർക്കും. അതാണ് അയാൾ ഉദ്ദേശിച്ചത്. പിന്നെ മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ ആടുകൾക്കൊരു സ്വഭാവമുണ്ട്, ആടുകൾ എന്ത് ചെയ്യും, ചെറുത്തു നിൽക്കും. അപ്പോൾ അതാണ് മൂപ്പർ അതിൽ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. ഏതായാലും മുആവിയക്ക് അയാളെ വളരെ ഇഷ്ടമായി. അങ്ങനെ മുആവിയ ഒരു സാഹിത്യകാരനാണ്, അദ്ദേഹം നല്ല ഒരു പിന്നെ സാഹിത്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇയാളെ കൂടെ കൂട്ടി, നിങ്ങൾ ഗ്രാമത്തിൽ കഴിയേണ്ട, നമ്മളെ കൂടെ പോയി എന്നിട്ട് എന്ത് ചെയ്ത് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പട്ടണത്തിൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ മുആവിയ റളിയല്ലാഹു ഹജ്ജിന് പോകുമ്പോൾ ഈ സ്ഥലത്തി അവിടെ പിന്നെ ഹാജിമാരെല്ലാവരും നിന്നപ്പോൾ മുആവിയ അയാളോട് പറഞ്ഞത്, പണ്ട് നിങ്ങൾ കുളിച്ച കുളം അതിൽ പോയിട്ട് കുളിക്കാൻ പറഞ്ഞു. അന്നും നല്ല തണുപ്പാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ കുളിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ഇന്നാൾ നിങ്ങൾ കുളിച്ചാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞ്, അന്ന് ഞാൻ ബാദിയയിലായിരുന്നു, ഗ്രാമത്തിലായിരുന്നു, അവിടെ ഞങ്ങൾ തണുപ്പിലാണ്, ഞങ്ങളുടെ രാവും പകലൊക്കെ കോച്ചുന്ന തണുപ്പിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്നിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ പട്ടണത്തിലാണ്, നിങ്ങളോടൊപ്പം സുഖജീവിതം നയിച്ചിട്ടാണുള്ളത്, അതുകൊണ്ട് ഇപ്പോൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ പണി തീരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ തണുപ്പ് സഹിക്കുക എന്നുള്ളത് എന്താണ്, എല്ലാവർക്കും ഒരുപോലെയല്ല, അത് സാഹചര്യത്തിനനുസരിച്ച്, കാലാവസ്ഥക്കനുസരിച്ച്, അതേപോലെ തന്നെ പ്രദേശത്തിനനുസരിച്ച് ആളുകൾ അതിൽ വ്യത്യസ്തമാണ്. ചിലപ്പോൾ ചിലർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും, അത്തരം ആളുകൾ തണുപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് പ്രശ്നമല്ല. അതേസമയം ചിലർക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആൾ മരിക്കാൻ കാരണമാവും, അല്ലെങ്കിൽ നാശത്തിന് കാരണമാവും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തയമം ചെയ്യാമെന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിനുള്ള തെളിവ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അംർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ സംഭവമാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തോടൊപ്പം അയച്ചു. അംർ ബിൻ ആസാണ് അമീർ, ചീഫ് ഇൻ കമാൻഡർ. അങ്ങനെ അംർ സൈന്യമായിട്ട് പോയി ശത്രുവിൻ്റെ നാട്ടിൽ അടുത്തെത്താനായി, ശത്രുക്കളോട് അടുത്തെത്താനായി. അംർ അദ്ദേഹം പിന്നെ നേതാവാണ്, അമീറാണ്. അദ്ദേഹത്തിന് സ്ഖലനുണ്ടായി, സ്വപ്നസ്ഖലനുണ്ടായി, അദ്ദേഹത്തിന് ജനാപത്തുകാരനായി. നല്ല തണുപ്പുമാണ്, വെള്ളം നല്ല തണുപ്പാണ്. അപ്പോൾ അംർ എന്ത് ചെയ്ത് തയമ്മം ചെയ്തിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്. തയമ്മം ചെയ്ത് കുളിച്ചില്ല, തയമ്മം ചെയ്ത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു, ഞങ്ങൾ പിന്നിൽ നിസ്കരിക്കൂല, കാരണം നിങ്ങൾക്ക് ജനാപത്തുകാരനാണ്, നിങ്ങളങ്ങനെ തയമ്മം ചെയ്യും, വെള്ളമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാനാണ് അമീർ, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണം, അതുകൊണ്ട് ഞാൻ വെള്ളം ഉപയോഗിക്കാത്തത് അതിൻ്റേതായ കാരണമുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ചെയ്ത് തയമ്മം ചെയ്തിട്ട് നിസ്കരിച്ച്, ബാക്കിൽ ആളുകൾ നിസ്കരിച്ച്. ഈ യാത്രാസംഘം, യുദ്ധസംഘം മടങ്ങിയെത്തിയപ്പോൾ അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, അംർ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ റസൂൽ ചോദിച്ചു, ജനാപത്തുകാരനായിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമെന്നോന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലെ, ഇന്നൽ ലൈല ഷദീദുൽ ബർദ്, രാത്രി കഠിന തണുപ്പ്, വ ഇന്നൽ മാ ഷദീദുൽ ബുറൂദ, വെള്ളം കഠിന തണുപ്പ്. ആ വെള്ളം ഉപയോഗിച്ച് കുളിച്ചാൽ ഞാൻ മരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അള്ളാഹു പറഞ്ഞിട്ടില്ല, വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, പിന്നെ മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം പറയാണ്,
വെള്ളം നല്ല തണുപ്പാണ്, പക്ഷേ അവിടെ തീ പൂട്ടിയിട്ട് വെള്ളം ചൂടാക്കാം. പക്ഷേ ഞങ്ങൾ ശത്രുക്കളോട് അടുത്ത സമയത്താണ് ഉള്ളത്. ഞങ്ങളിവിടെ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ അത് കാണും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇരുട്ടിൻ്റെ മറവിൽ നിന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം പൂട്ടിയിട്ട് ഇത് ചൂടാക്കാനും വകുപ്പില്ല, വെള്ളം ഉപയോഗിക്കാനും വകുപ്പില്ല. കാരണം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ കൊല്ലുക എന്നുള്ളൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ തയമ്മം ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയും റസൂൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ഫുഖഹാക്കൾ വെള്ളം കഠിന തണുപ്പാണ്, ചൂടാക്കാൻ വകുപ്പില്ല, വെള്ളം ഉപയോഗിച്ചാൽ ഒരാൾ രോഗിയായി മാറും, എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. കാലാവസ്ഥ കഠിനമായ തണുപ്പാണ്. ആ കഠിന തണുപ്പിനെ ചെറുക്കാൻ ശാരീരിക ശേഷിയില്ല. പിന്നെ ആ കഠിന തണുപ്പിൽ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ രോഗിയായി മാറുകയും ചെയ്യും, എങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. ഒരാൾക്ക് മുറിവുണ്ടായി, ആ മുറിവ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചോളന്നില്ല, പക്ഷേ എന്തുണ്ടാവും? ആ മുറിവ് കൂടാൻ സാധ്യതയുണ്ട്, രോഗം കൂടാൻ സാധ്യതയുണ്ട്, എങ്കിൽ അത്തരം ആളുകൾക്കും എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. ഇതാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇത്തരം മസലകൾ സംസാരിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫി ഖൗലിഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ വാക്കിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം. അള്ളാഹുവിൻ്റെ വാക്ക് വൈൻ കുൻതും മർദാ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗികളാണ് അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ്, വെള്ളം കിട്ടിയില്ല, കണ്ടെത്തിയില്ല, എങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്യുക എന്ന ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇദാ കാനത് ബിർറജുലിൽ ജിറാഹത്തു ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റിട്ടുണ്ട്. വൽ ഖുറൂഹ്, എന്താണ് ഖുറൂഹ് എന്ന് പറഞ്ഞാൽ? പൊട്ടലുകളും അതേപോലെ തന്നെ ഈ കുരുവൊക്കെ ഉണ്ടല്ലോ, വ്രണങ്ങൾ, അത് പൊട്ടിയിട്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ ഫയുജ്നിബു, അയാൾ ജനാപത്തുകാരനാകുന്നു. ഫയഖാഫു അൻ യമൂത്ത് ഇൻ ഇഗ്തസൽ, കുളിച്ചാൽ മരിക്കുമെന്ന് അയാൾ ഭയക്കുകയും ചെയ്യുന്നു, എങ്കിൽ തയമ്മമ, അയാൾ തയമ്മം ചെയ്യട്ടെ. ഈ ഹദീസ് റവാഹു ദാറഖുത്നി മൗഖൂഫൻ, ഇമാം ദാറഖുത്നി ഇബ്നു അബ്ബാസിൻ്റെ വാക്കായിട്ട് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വറഫഅഹു അൽ ബസ്സാർ, ഇമാം അൽ ബസ്സാർ ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മർഫൂ ആയിട്ട്, തിരുനബിയുടെ വാക്കായിട്ട് പിന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനെ സഹഹു ഇബ്നു ഖുസൈമ വൽ ഹാക്കിം, ഇമാം ഹാക്കിമും ഇബ്നു ഖുസൈമയും ഇത് സഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിലാണ് സാധാരണ മുറിവും പൊട്ടലൊക്കെ കേൾക്കുക. അത് പിന്നെ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഇതിനെക്കുറിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിലേറ്റ മുറിവിൻ്റെ വിഷയത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് അതിന് മാത്രം പ്രത്യേകമല്ല. ഒരാൾക്ക് മുറിവുണ്ട്, ആ മുറിവ് പിന്നെ ഉദു ചെയ്തിട്ടുണ്ടെങ്കിൽ, വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂർജിക്കും, അല്ലെങ്കിൽ അത് കാരണത്താൽ മരിക്കുമെന്നുള്ളൊരവസ്ഥ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. ഖൗലിഹി അസ്സ വജൽ, അത് അള്ളാഹു ഖൗലിഹി എന്ന് പറഞ്ഞല്ലേ? ഖൗൽ എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക്. ഹി എന്ന് പറഞ്ഞാൽ ആരാ? അവൻ്റെ വാക്ക് എന്നാണ്. ഈ അവൻ്റെ എന്നുള്ളത് അള്ളാഹു ആണ്. അള്ളാഹു അസ്സ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അസീസ് ആയിരിക്കുന്നു എന്നാണ്, പ്രതാപവാനായിരിക്കുന്നു. ജല്ല എന്ന് പറഞ്ഞാലോ? അള്ളാഹു ജല്ല ജലാലു അറിയില്ലേ? വാവു അത്തിഫിൻ്റെതാണ്. ഇത് രണ്ടും ക്രിയകളാണ്. അസ്സ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രതാപവാനായി, വജല്ല അവൻ മഹോന്നതനായി, ജലീൽ ഉന്നതനായി. ജല്ല എന്നുള്ളതും ക്രിയയാണ്, അസ്സ എന്നുള്ളതും ക്രിയയാണ്. അസ്സ വജൽ, അള്ളാഹു പ്രതാപവാനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു. അത് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയില്ലേ? എന്താ സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വ തആല, അവൻ ഉന്നതനായിരിക്കുന്നു. അതെ. ഇനി അടുത്തത് വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാല ഇൻകസറത് ഇഹ്ദാ സന്ദയ്യ ഫസഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറനി അൻ അംസഹ അലൽ ജബായിർ. റവാഹു ഇബ്നു മാജ ബിസനദിൻ വാഹിൻ ജിദ്ദൻ. ഈ ഒന്നാമത്തെ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ചിലർ പിന്നെ ഇതിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ പിന്നെ അതാ ഇബ്നു സായിബ് എന്ന് പറയുന്ന റാവി, ഈ ഹദീസിൻ്റെ സനദിലുള്ള അതാ ഇബ്നു സായിബ് എന്ന് പറയുന്ന റാവി, അദ്ദേഹത്തിൽ നിന്ന് ജരീർ ഇബ്നു ഹാസിം എന്ന് പറയുന്ന റാവിയാണ് റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ അതാ ഇബ്നു
അസായിബിൽ നിന്ന് ജരീർ ഇബ്നു ഹാസിം എന്ന വ്യക്തി ഇതിനെ റിവായത്ത് ചെയ്തത് കാരണത്താൽ ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിരൂപണം പ്രസക്തമല്ല. മനസ്സിലായി. പ്രമുഖരായ ഇബ്നു ഖുസൈമ, അൽ ഹാക്കിം, അതേപോലെ തന്നെ അങ്ങനത്തെ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇത് തെളിവെടുക്കാവുന്നതാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ ഭാഷക്കാരനാണ്. വഅൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അലിയാർ പറഞ്ഞു. എന്താ അലിയാർ പറഞ്ഞത്? ഇൻകസറത് ഇഹ്ദാ സന്ദൈ. ഇൻകസറത്ത്, ഇൻകസറ പൊട്ടി, ഇൻകസറ പൊട്ടി. ഇഹ്ദാ സന്ദയ്യ, എൻ്റെ സന്ത് എന്ന് പറഞ്ഞാൽ സന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതുവരെയുള്ള എല്ലിനാ പറയാം. ചിലർ പറയും സന്ത് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള എല്ലിനാണ്. മുകൾ ഭാഗത്തിന് സായിദെന്നും അടിഭാഗത്തിന് ദിറാ എന്ന് പറയും, ദിറാ. അപ്പോൾ ഈ ദിറാവും ഈ സായിദും കൂടിയതാണ് സന്ത്. ഇത് മുതൽ ഇതുവരെയുള്ള എല്ല്. ചിലർ പറഞ്ഞാൽ ഇത് മുതൽ മിർഫക്ക് വരെയുള്ള എല്ലിനാണ് സന്ത് എന്ന് പറയാമെന്നാണ്. രണ്ടായാലും മാഫി മുഷ്കിൽ. ഇത് ഭാഷാ പണ്ഡിതന്മാരുടെ ഒരു വിശകലനമാണ്. സന്ത് എന്ന് പറഞ്ഞാൽ ഈ കയ്യിൻ്റെ ഇതുണ്ടല്ലോ, ഈ കുഴ മുതൽ മിർഫക്ക് മുട്ട് വരെ. ചിലർ പറഞ്ഞാൽ മുട്ട് വരെയല്ല, സന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴ മുതൽ ഈ തോളല് വരെ ഉള്ള സ്ഥലമാണ്. അതിന് മുകൾ ഭാഗത്തിന് സായിദെന്നും അടിഭാഗത്തിന് പിന്നെ ദിറാ, മുഴങ്കൈ എന്നും പറയും. ഏതായാലും ഒരു മനുഷ്യന് എത്ര സന്ത് ഉണ്ടാവും? 2 സന്ത് ഉണ്ടാവും അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. സന്ദയ്യ എന്ന് പറഞ്ഞാൽ സന്ദൈനി എന്നാണ്. അത് എൻ്റെ 2 സന്ത് എന്നാണ്. ഈ യാഇനെ ഇതിലേക്ക് ചേർത്തപ്പോൾ നൂന് കളഞ്ഞുപോയി. സന്ദൈനി യാ എന്നാണ്. യാഇനെ ഇതിലേക്ക് ചേർത്തപ്പോൾ നൂന് കളഞ്ഞുപോയി. മുസന്ന തസ്നിയനെ ഇളാഫത്ത് ചെയ്യുമ്പോൾ നൂന് കളയും. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? സന്ദയ്യ. അതാണ് സന്ദയ്യ. എൻ്റെ 2 സന്തുകളിൽ 1 പൊട്ടി എന്നാണ്. ഇൻകസറത്ത് പൊട്ടി. ഇഹ്ദാ സന്ദയ്യ, എൻ്റെ 2 സന്തുകളിൽ 1. എന്താ സന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഈ കയ്യല്ല്. പക്ഷെ കയ്യല്ല് പറഞ്ഞാൽ എല്ലാ എല്ലും അല്ല, ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം, അതിൽ 1 പൊട്ടി. ഇൻകസറത്ത് ഇഹ്ദാ സന്ദയ്യ, എൻ്റെ 2 സന്തുകളിൽ കയ്യല്ലിൽ 1 പൊട്ടി. ഫസഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഫഅമറനി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചു, അൻ അംസഹ, ഞാൻ തടവുവാൻ, അലൽ ജബായിർ, അലൽ ജബായിർ, ജബായിർ ജബീറത്തിൻ്റെ ബഹുവചനാണ് ജബായിർ. ജബീറത്ത് എന്ന് പറഞ്ഞാൽ ബാൻഡേജ്. ജബീറത്ത് എന്ന ബാൻഡേജ്. ജബായിറിന്മേൽ തടവുവാൻ. ജബീറത്ത് എന്ന ബാൻഡേജ്. പൊട്ടിയത് എന്ത് ചെയ്യും? ശീല വെച്ച്, മരക്കഷ്ണം വെച്ച്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടൊക്കെ ഇതാക്കൂലേ, അതാണ് ജബീറ. അതിൻ്റെ ബഹുവചനാണ് ജബായിർ. ഫഅമർനി, റസൂൽ എന്നോട് കൽപ്പിച്ചു, അൻ അംസഹ, ഞാൻ തടവുവാൻ, അലൽ ജബായിർ. എന്താ ജബായിർ? ബാൻഡേജിൻ്റെ മുകളിൽ, ബാൻഡേജിന്മേൽ. റവാഹു ഇബ്നു മാജ, ഈ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്യണത്? ഇമാം ഇബ്നു മാജയാണ്. റവാഹു, ഈ ഹദീസ് റിവായത്ത് ചെയ്തു ഇബ്നു മാജ. ഇബ്നു മാജ ബിസനദിൻ വാഹിൻ ജിദ്ദൻ. വാഹിൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? വാഹിൻ എന്ന് പറഞ്ഞാൽ ദുർബലം. വാഹിൻ എന്ന് പറഞ്ഞാൽ ദുർബലം. വാഹിൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ തീർത്തും ദുർബലം. അപ്പോൾ തീർത്തും ദുർബലമായ സനദോടുകൂടി ഇബ്നു മാജ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് തെളിവെടുക്കാൻ പറ്റുമോ? തെളിവെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഹദീസ് തീർത്തും ദുർബലാണ്. ഹദീസ് തീർത്തും ദുർബലാണ്. ഒന്നുകൂടി വായിച്ചിട്ട് അതിൽ ചില കാര്യങ്ങൾ പറയണ്ട്. വാൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു നിവേദനം, കാല, അദ്ദേഹം പറഞ്ഞു, ഇൻകസറത് ഇഹ്ദാ സന്ദയ്യ, എൻ്റെ 2 സന്തുകളിൽ 1 പൊട്ടി, കയ്യെല്ലുകളിൽ 1 പൊട്ടി.
ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഫഅമറനി, അപ്പോൾ റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചു, അൻ അംസഹ അലൽ ജബായിർ, ജബായിറിന്മേൽ തടവുവാൻ. റവാഹു ഇബ്നു മാജത ബിസനദിൻ വാഹിൻ ജിദ്ദൻ. ഇബ്നു മാജ തീർത്തും ദുർബലമായ സനദോടുകൂടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അൽബാനി പറഞ്ഞത് ദഈഫുൻ ജിദ്ദൻ എന്നാണ്. വാഹിൻ ജിദ്ദൻ എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രയോഗം തന്നെയാണിത്, ദഈഫുൻ ജിദ്ദൻ. വാഹിൻ എന്ന് പറയുമ്പോൾ ദഈഫ് എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി അതിന് ദുർബലത തോന്നിക്കും. അത് രീതിയിലാണ്. വാഹിൻ ജിദ്ദൻ, തീർത്തും ദുർബലൻ. അത് ദുർബലമാകാൻ കാരണം അതിലൊരു റാവിയുണ്ട്, അംർ ഇബ്നു ഖാലിദ് അൽ വാസിത്തി എന്ന് പറയുന്ന റാവിയുണ്ട്. അയാളൊരു കദ്ദാബാണ്. അംർ ഇബ്നു ഖാലിദ് അൽ വാസിത്തി, ഈ റാവിയാണ് അതിൽ പ്രശ്നക്കാരൻ. ഈ ഹദീസിൻ്റെ സനദിൽ അംർ ഇബ്നു ഖാലിദ് അൽ വാസിത്തി എന്ന് പറയുന്ന റാവിയുണ്ട്. അയാൾ തീർത്തും ദുർബല, അയാൾ കെദാബാണ്. കെദാബ് എന്ന് പറഞ്ഞാൽ വ്യാജ ഹദീസ്, വ്യാജം പറയണ, കളവ് പറയുന്ന ആൾ. പക്ഷേ ഹദീസിൻ്റെ അർത്ഥം നോക്കി നിങ്ങൾ. ഹദീസിൻ്റെ അർത്ഥം എന്താ ഹദീസ് അർത്ഥാക്കണത്? ഒരാളുടെ കൈ പൊട്ടി, അല്ലെങ്കിൽ കയ്യിന് മുറി ഉണ്ടായി, ആ മുറിമ എന്തുണ്ട്, ബാൻഡേജ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒതു ചെയ്യുമ്പോൾ അയിമ തടവിയാൽ മതി. മനസ്സിലായോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഈ കെഫിന് മുറിവേറ്റിട്ട്, പൊട്ടേറ്റിട്ട് അയിമ ഇതുണ്ടായിരുന്നതാണ്, ഷിസ്മ, ബാൻഡേജ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നാണ്, അതിന്മ തടവി ബാക്കിയുള്ള ഭാഗം കഴുകി എന്നാണ്. അത് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അങ്ങനെ ബാൻഡേജുകൾ ഉണ്ടെങ്കിൽ ആ ബാൻഡേജിന്മേൽ തടവാം എന്നുള്ളതാണ് എന്ത്, തെളിവ് അറിയിക്കുന്നത്. ഈ ഹദീസ് തീർത്തും ദുർബലമാണെങ്കിലും ഇതേ ആശയത്തിൽ എന്തുണ്ട്, ചില സംഭവങ്ങൾ റിപ്പോർട്ടുണ്ട്. ഇമാം നവവി, അതേപോലെ തന്നെ ഇമാം നവവിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞ് ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊന്നും സഹിഹായി വന്നിട്ടില്ല ജബീറിൻ്റെ മുകളിൽ തടവിനെ കുറിച്ച്. പക്ഷേ എന്തുണ്ട്, പിന്നെ സലഫുകളിൽ നിന്ന് ഇങ്ങനെ ഇബ്നു ഉമറിൽ നിന്നും മറ്റൊക്കെ ചില അസറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജബീറമ്മ തടവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ബാൻഡേജമ്മ തടവുക. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണെന്ത്, ഹുഫമ്മ തടവൽ. ഹുഫ അടവൽ വന്നില്ലേ? ഹുഫ അടവൽ വന്നോ? അതോ ഹുഫന് ഉളു വന്നോ? ഉളു കുളി വന്നില്ലേ? വന്നു ഹുഫ മുമ്പ് വന്നിട്ടുണ്ടാവും, സാദിഖോല എടുത്തപ്പോൾ. ഹുഫമ്മ തടവലും ഉണ്ട്, ജബീറമ്മ തടവലും ഉണ്ട്. ഹുഫ എന്ന് പറഞ്ഞാൽ കാലൂറയാണ്, ജൗറബ്. ഹുഫ ജൗറബ്, ഹുഫ കാലുറ, ജൗറബ് എന്ന് പറഞ്ഞാൽ സോക്സ് പോലുള്ളത്. ഈ ജബീറമ്മ തടവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹുഫമ്മ തടവുക എന്നുള്ളതും തടവുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരേ വിധിയാണ്. ജബീറമ്മ തടവാം, ഹുഫമ്മലും തടവാം. മനസ്സിലായി? പക്ഷേ ഇതിലൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, ജബീറമ്മ തടവാൻ തെളിവുണ്ട്, കാരണം ചില അസറുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇബ്നു ഉമറിൽ നിന്നും മറ്റൊക്കെ. ഹുഫമ്മ തടവാൻ ഹദീസുകൾ ധാരാളം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. പക്ഷേ ഇത് രണ്ടും വ്യത്യാസമുണ്ട് തടവുന്നതിൽ. രണ്ടും തടവുന്നത് ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഹുഫമ്മ തടവേണമെങ്കിൽ ശുദ്ധിയോട് കൂടിയായിരിക്കണം ഹുഫ ധരിക്കേണ്ടത്. ജബീറമ്മ തടവുമ്പോഴോ ശുദ്ധി ഷർത്തില്ല. ഒരാൾ കൈ പൊട്ടി മുറിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതിമ ബാൻഡേജ് ഇടാൻ പോകുമ്പോൾ ഞാൻ ഒതെടുത്ത് വരട്ടെ, എനിക്ക് ഇതിന് പിന്നെ തടവണം എന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇതൊരു നിർബന്ധ സാഹചര്യമാണ് അതിമ തടയിക്കുന്നത്. മനസ്സിലായോ? അതൊരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ഹുഫ തടവാൻ നാട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു ദിവസമേ പറ്റുള്ളൂ, യാത്രക്കാരന് 3 ദിവസം. എന്നാൽ ജബീറയോ, ജബീർ എത്ര കാലം ഉണ്ടോ അത്രയും. ഇനി 2 മാസമാണെങ്കിൽ 2 മാസം എന്ത് ചെയ്യുക, അതിമേ തടവ. 1 ദിവസം 3 ദിവസം ഈ ദൂരപരിധിയിൽ അല്ലെങ്കിൽ സമയപരിധിയില്ല. മൂന്നാമത്തെ വ്യത്യാസം, തടവലൊക്കെ ഒരു പ്രാവശ്യമാണ്, അത് 3 പ്രാവശ്യമല്ല. തടവൽ തല തടവലായാലും ഹുഫ തടവലായാലും ജബീറ തടവലായാലും ഒക്കെ ഒരു പ്രാവശ്യമാണ്. അടുത്ത വ്യത്യാസം, ഹുഫമ്മ കുറച്ച് തടവിയാൽ മതി, ഒരു പ്രാവശ്യം മുകളിൽ തടവിയാൽ മതി. എന്നാൽ ജബീർ അങ്ങനെയല്ല. ജബീർ എന്ത് ചെയ്യണം, എല്ലാ ഭാഗവും തടവണം. ഒരു ഭാഗം ഇങ്ങനെ തടവിയാൽ പോരാ, പിന്നെയോ മുഴുവൻ ഭാഗവും തടവണം. അതിൽ ഇമാം അബൂ ഹനീഫ മാത്രം പറഞ്ഞത് കൂടുതൽ സ്ഥലങ്ങൾ തടവിയാൽ മതി എന്നാണ്.
പക്ഷേ ഇമാം മാലിക്, ഷാഫി, അതുപോലെ ഇമാം അഹമ്മദ് ഇവരൊക്കെ പറഞ്ഞത് മുഴുവൻ തടവണം എന്നാണ്. ജബീർ എത്ര ഉണ്ടോ അത്രയും എന്ത് ചെയ്യണം, വെള്ളം നനച്ചിട്ട് തടവണം, മുഴുവനായിട്ട് തടവണം. അതേസമയം ഹുഫ അങ്ങനെയല്ല, ഹുഫ കുറച്ച് തടവിയാൽ മതി. ഇമാം അബു ഹനീഫ് പറഞ്ഞ് സിംഹഭാഗവും തടവിയാൽ മതി, എന്നാൽ തന്നെ തടവലായി. അത് ഹുഫൻ്റെ അല്ലേ, അതവിടെ കഴിഞ്ഞ്. ഹുഫ ഇങ്ങനെ ഒന്നിച്ച് തടവുക എന്നുള്ളത് ഷർത്തല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസഹ അലൈഹിമ എന്നാണ്, രണ്ടും ഇങ്ങനെ തടവി എന്നാണ്. അപ്പോൾ അത് അറിയിക്കണത് എന്താണ്, ഒന്നിച്ച് തടവി എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഷർത്തല്ല, നിബന്ധനല്ല. ഓരോന്ന് തടവിയാൽ തന്നെ തടവൽ വിടും. പക്ഷേ ഹദീസിൻ്റെ പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫ മസഹ അലൈഹിമ, അവ രണ്ടിന്മേലും തടവി എന്നാണ്. അത് അറിയിക്കണത് എന്താണ്, ഒരുമിച്ച് തടവി എന്നുള്ളത്. അതാണ് അതിൻ്റെ അദബും അതിൻ്റെ ആ പൂർണ്ണതയും. പക്ഷേ ഒന്നുമേ തടവിയാലും തന്നെ തടവൽ വിടും. ഹുഫമ്മക്ക് പോലെ ഇവിടെ നമ്മൾ ജബീറാണ്. തൈ എന്താ പിന്നെ അടുത്ത വ്യത്യാസം? ഇപ്പം എത്ര വ്യത്യാസം പറഞ്ഞത്? 3 വ്യത്യാസം പറഞ്ഞു. ഒരു വ്യത്യാസം ഇവിടെ ഇല്ലേ? ജബീറമ്മ തടവുന്നതും ഹുഫമ്മ തടവുന്നതും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ 3 ഏതാ പറഞ്ഞത്? ഒന്ന് ശുദ്ധിയോട് കൂടിയായിരിക്കണം ഹുഫ അല്ലേ, ജബീറമ്മ ശുദ്ധി എന്നുള്ളത് ഷർത്തില്ല. പിന്നെ ദിവസം, ഇത് 3ഉം 1. ഇവിടെ അങ്ങനെയല്ല, എത്ര കാലമാണ് ജബീർ ഉള്ളത് അത്രയും കാലം. പിന്നെ 3-മത്തേത് ഹുഫ കുറച്ച് തടവിയാൽ തന്നെ മതി. അതേസമയം ജബീർ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് തടവണം എന്നുള്ളതാണ്. വലിയ അശുദ്ധി ഉണ്ടായാലും ചെറിയ അശുദ്ധി ഉണ്ടായാലും ജബീറമ്മ തടവിയാൽ മതി. വലിയ അശുദ്ധി ആയാലും ചെറിയ അശുദ്ധി ആയാലും ഇതിമ തടവിയാൽ മതി. ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, കൈ പൊട്ടിയിട്ട് ബാൻഡേജ് ഇട്ടേക്കാണ്, അയാൾ ഇവിടെയൊക്കെ കുളിച്ചതിന് ശേഷം ഇവിടെ തടവിയാൽ മതി. അതേസമയം ഹുഫ അങ്ങനെയല്ല, ചെറിയ അശുദ്ധിക്കാണ് ഹുഫമ്മ തടവുക. വലിയ അശുദ്ധി ഉണ്ടായാലും ഹുഫ ഊരിയതിന് ശേഷം കുളിക്കണം. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. പറഞ്ഞാൽ മനസ്സിലായ? അതായത് ഹുഫമ്മ തടവുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, വലിയ അശുദ്ധി ഉണ്ടായി, ഒരാൾ ഹുഫ ധരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? എങ്കിലും എന്ത് ചെയ്യണം, ഹുഫ ഊരിയിട്ട് കുളിക്കണം. മനസ്സിലായി? നമ്മൾ കുളിച്ചിട്ട് പിന്നെ ഹുഫ തടവിയാൽ പോരാ, പിന്നെ ഹുഫ ഊരി വെച്ചിട്ട് നമ്മൾ പിന്നെ കുളിക്കണം. ജബീർ അങ്ങനെയല്ല, വലിയ അശുദ്ധി ഉണ്ടായാലും ജബീറെ കഴിക്കേണ്ട കാര്യമല്ല, പിന്നെ കുളിക്കുക, ഇവിടെ തടവിയാൽ മതി. പക്ഷേ അതാണ് വ്യത്യാസം. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. നമ്മൾ ഇബ്നു അബ്ബാസ്, അലി, ജാബിർ ഇതൊക്കെ വന്ന റാവിമാരായതുകൊണ്ടാണ് അവരെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ജാബിർ ഇബ്നു അബ്ദുല്ലയാണ് അൽ അൻസാരി. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. ഫിർ റജുലില്ലദീ ശുജ്ജ ഫഗ്തസല ഫമാത് ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മമ വയഅസിബ അലാ ജുർഹിഹി ഖിർഖതൻ ثم يمسح عليها ويغسل سائر جسده. رواه أبو داود بسند فيه ضعف. طيب ما في مشكلة. كيف؟ ففيه اختلاف على رواته. അങ്ങനെയുണ്ട്. يخليه طيب ما في مشكلة. وعن جابر رضي الله عنه, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. ഫിർ റജുലിൽ ലദീ ശുജ്, ഫിർ റജുൽ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ. ഏത് വ്യക്തിയാണ്? അല്ലദീ ശുജ്ജ, ആ വ്യക്തി അയാളുടെ തല പൊട്ടി. അല്ലദീ ശുജ്ജ പറഞ്ഞ തല പൊളിഞ്ഞു. തല പൊളിഞ്ഞ വ്യക്തിയുടെ വിഷയത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. ഫഗ്തസല, അങ്ങനെ അയാൾ കുളിച്ചു, തല പൊളിഞ്ഞ്, എന്നിട്ട് അയാൾ കുളിച്ചു. ഫമാത്, അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ തല പൊട്ടി കുളിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ വിഷയത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. എന്താ നിവേദനം? ഇന്നമാ കാന യക്ഫീഹി, അദ്ദേഹത്തിന് മതിയായിരുന്നു, അദ്ദേഹത്തിന് ഇത്രമാത്രം മതിയായിരുന്നു. ഇന്നമാ കാന യക്ഫി, അദ്ദേഹത്തിന് മതിയാകുമായിരുന്നു. ഐ യതയമ്മമ, തയമ്മം ചെയ്യൽ. വയഅസിബ അലാ ജുർഹിഹി, വയഅസിബ അലാ ജുർഹിഹി, അയാളുടെ മുറിവിന്മേൽ കെട്ടലും, കെട്ടി ബന്ധിക്കുക. ആസിബ പറഞ്ഞാൽ, അസിബ യാസിബു എന്ന് പറഞ്ഞാൽ, അസബ യാസിബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവ് കെട്ടുക. വയഅസിബ അലാ ജുർഹിഹി, അയാളുടെ മുറിവിൽ മേൽ കെട്ടുക. ഖിർഖത്തൻ, ഖിർഖത്ത് എന്ന ശീല കഷ്ണം, തുണി കഷ്ണം.
വയാസിബ് അല ജുർഹി ഖിർഖത്തൻ, ഒരു തുണി എടുത്തിട്ട് അയാളുടെ മുറിവ് കെട്ടുക എന്നതും അയാൾക്ക് മതിയാകുമായിരുന്നു. സുമ്മ യംസഹ അലൈഹ, എന്നിട്ട് ആ മുറിവിന്മേൽ എന്ത് ചെയ്യുക, അല്ല അസ്തഗ്ഫിറുല്ലാ, സുമ്മ യംസഹ അലൈഹ, എന്നിട്ട് ആ തുണി കെട്ടിയില്ലേ അതിന്മേൽ തടവുക. വയഗ്സില സായിറ ജസദിഹി, വയഗ്സില അയാൾ കുളിക്കുകയും ചെയ്യുക, സായിറ ജസദിഹി തൻ്റെ മറ്റു ശരീരഭാഗങ്ങൾ കുളിക്കുക അല്ലെങ്കിൽ കഴുകുക. ഇത് അയാൾക്ക് മതിയാകുമായിരുന്നു. അതൊന്നുകൂടിയിട്ട ഈ ഹദീസിൻ്റെ വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഫിർ റജുലില്ലദീ ശുജ്ജ, തലപൊട്ടിയ വ്യക്തിയുടെ വിഷയത്തിൽ, ഫഹ്തസല, അങ്ങനെ അയാൾ കുളിക്കുകയും, ഫമാത്ത്, അങ്ങനെ അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ തലപൊട്ടി കുളിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ വിഷയത്തിൽ ജാബിറിൽ നിന്ന് നിവേദനം. എന്താ നിവേദനം? ആ നിവേദനമാണ് ഇവിടെ പറയുന്നത്. ഇന്നമാ കാന യക്ഫിഹി, അദ്ദേഹത്തിന് ഇത്രമാത്രം മതിയാകുമായിരുന്നു. എന്ത്? അയ്യത്തയമ്മ, അയാൾ തയമ്മം ചെയ്യുക എന്നുള്ളതും, വയാസിബ അല ജുർഹിഹി ഖിർഖത്തൻ, തൻ്റെ മുറിവിൽ ഒരു ശീല തുണി കെട്ടുക എന്നുള്ളതും, സുമ്മ യംസഹ അലൈഹ, എന്നിട്ട് അതിന്മേൽ തടവുക എന്നുള്ളതും, വയഗ്സില സായിറ ജസദിഹി, മറ്റു ശരീരാവയവങ്ങൾ കുളിക്കുക കഴുകുക എന്നതും അയാൾക്ക് മതിയാകുമായിരുന്നു. ഈ ഹദീസ് റവാഹു അബൂദാവൂദ് ബിസനദിൻ ഫീഹി ദഅഫ്, അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ദുർബലതയുള്ള ഒരു സനദോടുകൂടി. റവാഹു അബൂദാവൂദ്, ഈ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു ബിസനദിൻ ഫീഹി ദഅഫ്, ദുർബലതയുള്ള ഒരു സനദോടുകൂടി എന്നാ പറയാം നമ്മൾ. പിന്നെന്താ? വഫീഹി റിജാലുൻ വഫീഹി ഇഖ്തിലാഫുൻ അലാ റുവാത്തിഹി, അതിലെ റാവിമാരെ കുറിച്ചുള്ള ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ് എന്താണെന്നുള്ളത്. ഈ സംഭവത്തിന്, ഈ ഹദീസ് പറഞ്ഞ സംഭവത്തിന് ഒരു കാരണമുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒക്കെയുള്ള ഒരു യാത്രാ സംഘം പുറപ്പെട്ടപ്പോൾ ആ യാത്രാ സംഘത്തിലൊരു വ്യക്തിക്ക് തലക്കൊരു വെട്ടേറ്റ്, തലക്കൊരു മുറിവേറ്റ്, കല്ലുകൊണ്ടുള്ളൊരു മുറിവ്. അങ്ങനെ തല നന്നായിട്ട് പൊളിഞ്ഞ്. അന്ന് അയാൾക്ക് ജനാബത്തുണ്ടായി. അസ്തഗ്ഫിറുല്ലാ, പാമ്പടിച്ചവന് ഇടിയട്ടി പറഞ്ഞ മാതിരി തല പോയി വെട്ടേറ്റ് തല പൊളിഞ്ഞ് ആ സമയത്തിന് അയാൾക്ക് എന്തുണ്ടായി? ജനാബത്തുണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി. അപ്പോൾ അയാൾ ചോദിച്ച്, ഞാൻ വലിയ അശുദ്ധിക്കാരനാണ്, സഹാബികളോട് ചോദിച്ച്, ഞാൻ വലിയ അശുദ്ധിക്കാരനാണ്, നിങ്ങൾക്ക് തയമ്മം ചെയ്യാൻ എനിക്ക് വല്ല ഇളവുള്ളത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച്. ഞാൻ തയമ്മം ചെയ്താൽ പോരെ, എനിക്ക് വല്ല ഇളവുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ സഹാബികൾ പറഞ്ഞ്, നിനക്ക് യാതൊരു ഇളവുമില്ല, കാരണം വെള്ളമുണ്ട്, നീ ജനാബത്തുകാരനാണ്, വെള്ളമുണ്ട്, അതുകൊണ്ട് തയമ്മം ചെയ്യാനൊരു ഇളവുമില്ല എന്ന് ഫത്വ കൊടുത്ത്. അങ്ങനെ അയാൾ വെള്ളം എടുത്ത് കുളിച്ച് ആ വെള്ളം പൊട്ടിൽ ഇറങ്ങിയിട്ട് തലച്ചോറിൽ വെള്ളമായി. അങ്ങനെ അയാൾ മരിച്ച്, ആ സഹാബി മരിച്ച്. അങ്ങനെ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ അവതരിപ്പിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞ്, ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു വിഷയം ഉണ്ടായി, ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇളവില്ല, വെള്ളമുണ്ട്, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? വെള്ളം കൊണ്ട് കുളിച്ച് അയാൾ മരിച്ചു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഖതലഹുമുള്ള, അവർ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു, അള്ളാഹു അവരെ ഖതലഹുമുള്ള, അള്ളാഹു അവരെ ശപിക്കട്ടെ, ആ രീതിയിൽ റസൂലുള്ളാഹി പറഞ്ഞു. കാരണം ഇവരല്ലാതെ ഫത്വ കൊടുത്തിട്ടാണ് അവൻ മരിച്ചത്. അങ്ങനെ എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമ ഷിഫാഉൽ അയ്യി സുആൽ, ജാഹിലിന് ചോദിക്കലാണ് ചികിത്സ അല്ലെങ്കിൽ ശമനം. അതുകൊണ്ട് വിവരമില്ലാത്തവർ ചോദിക്കുകയാണ് വേണ്ടത്. വിവരമില്ലാതെ ഫത്വ എടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശകാരിച്ച്. ഇതാണ് സംഭവം. ആ സംഭവം വരെ ശരിയാണ് ഹദീസ്, അതിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ട് ഫിർ റജുലില്ലദീ ശുജ്ജ ഫഗ്തസല ഫമാത്ത്, അത് ഈ സംഭവത്തെക്കുറിച്ചാണ്. ഇത് ഏറെയാണ്. അതുവരെയുള്ള സംഭവം എന്താണ്? സഹീഹാണ്. ഇവിടെ റവാഹു അബൂദാവൂദ് ബി സനദിൻ ഫീഹി ദഅഫ്, ദുർബലതയുള്ള സനദോട് കൂടി ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അതേതാ? അത് ഈ സംഗതിയാണ്. ഈ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മമ വയഅസിബ അലാ ജുർഹിഹി ഖിർഖതൻ സുമ്മ യംസഹ അലൈഹാ വയഗ്സില സായിറ ജസദിഹി. അത് ദുർബലാണ്. ഈ ഹദീസിൽ ഈ ഭാഗം എന്താണ്? ദഈഫാണ്. എന്നാൽ ഇതുവരെയുള്ളത് എന്താണ്? അത് സഹീഹാണ്. അതിൻ്റെ വിശദ രൂപം സഹീഹായി
ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഉണർത്തിയത്, അതായത് ആ വ്യക്തിൻ്റെ സംഭവം. ഇവിടെ ഇന്നമാക്കാന യക്ഫീഹി അയ്യത്തയ്യമ്മ, ഇവിടെ എന്താ ഇപ്പോൾ ഇത് പറഞ്ഞത്, ഈ ഏറുള്ള ഭാഗം പറഞ്ഞത് അയാൾക്ക് തയമ്മം ചെയ്താൽ മതിയാകുമായിരുന്നു. പിന്നെന്താ പറഞ്ഞത്, മുറിവിന്മേൽ ഒരു ശീല കെട്ടുക, എന്നിട്ട് അയിമ തടവും ചെയ്യുക, തയമ്മം ചെയ്യുക, എന്നിട്ട് പിന്നെ മുറിമേ അത് കെട്ടിയതിന് ശേഷം തടവുക, ബാക്കി വാങ്ങി കുളിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? അത് സഹീഹല്ല, അത് ദുർബലാണ്. കാരണം അത് ദുർബലമാണ് എന്ന് പറയാൻ കാരണം സുബൈർ ഇബ്നു ഖുറൈഖ് എന്ന് പറയുന്ന റാവിയാണ് അൽ ഖുറൈഖ്. സുബൈർ ഇബ്നു ഖുറൈഖ് എന്ന് പറയുന്ന റാവി ഈ ബ്രാക്കറ്റ് കൊടുത്ത പാണ്ടല്ലോ, അതുകൊണ്ട് ഒറ്റപ്പെട്ട് അയാളുടെ റിവായത്തിലാണ് ഈ ഏറുള്ളതുള്ളത്. എന്നാൽ പ്രമുഖരുടെ റിപ്പോർട്ടിൽ എന്ത് ചെയ്തില്ല, ഈ ഭാഗമല്ല. പിന്നെ ഈ സംഭവം എന്താണ്, അതിൻ്റെ അസല് സഹിയാണ്, ഞാൻ ആ പറഞ്ഞ ഭാഗം വരെയുള്ളത്. അതാണ് പിന്നെ എന്ത് ചെയ്തത്, ഇബ്നു ഹജർ എഴുതിയത്. ഇബ്നു ഹജർ ഇതിനെ ദഈഫാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജർ ഇതിനെ ദഈഫാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബുലൂഗുൽ മറാമിൽ ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്തത്, റവാഹു അബൂദാബൂദ് ബി സനദിൻ ഫീ ദഅഫ് എന്ന് പറഞ്ഞത്. ഈ റവാഹു അബൂദാബൂദ് ബി സനദിൻ ഫീ ദഅഫ് എന്നുള്ളത് ആരുടെ വാക്കാ? ഇബ്നു ഹജറിൻ്റെ വാക്കാണ്. ഇബ്നു ഹജർ ബുലൂഗുൽ മറാമിൽ ഇത് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞാണത്, ദുർബലതയുള്ള പിന്നെ സനദോട് കൂടിയിട്ട് ഇത് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം സഹിയാണ്, അടിസ്ഥാനം സഹിയാണ്. പക്ഷേ ഈ സുബൈർ ഇബ്നുൽ ഖുറൈഖ് എന്ന് പറയുന്ന റാവി കൊണ്ടുവന്ന ഈ ഏറെ ഉള്ളതുണ്ടല്ലോ, അതാണെന്ത്, ദുർബലം. അതാണ് അതിൽ ദുർബലം. അതാണ് അവിടെ എന്ത് ചെയ്തത്. പിന്നെ തുടർന്ന് ഇബ്നു ഹജർ പറഞ്ഞത് എന്താ, ഫിഹി ഇഖ്തിലാഫുൻ അലാ റുവാത്തിഹി, അതിലെ റാവിമാരെ കുറിച്ചിട്ട് എന്തുണ്ട്, ഇഖ്തിലാഫുണ്ട്. അത് ഈ സുബൈർ ഇബ്നുൽ ഖുറൈഖിൻ്റെ ഒക്കെ വിഷയത്തിലാണ് ഇബ്നു ഹജറ പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഇവിടെ എന്താണല്ലോ, ഇതുവരെയുള്ളത് സഹിഹാണ്, ഇതിനെക്കുറിച്ചാണ് ദുർബലത എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി, ഒരാൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കെട്ടിയിട്ടുണ്ടെങ്കിൽ അയിമ തടവുക, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, കഴുകുക. ഒതു ചെയ്യുമ്പോൾ ഒരാൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്, അവിടെ ബാൻഡേജ് ഉണ്ടെങ്കിൽ പൊട്ടലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക, തടവുക, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് കഴുകുക, അത്ര മതി. പിന്നെ തയമം ചെയ്യേണ്ട കാര്യമല്ല എന്നർത്ഥം, തയമം ചെയ്യേണ്ട ആവശ്യമില്ല. തയമം ചെയ്യണം എന്ന് പറഞ്ഞവർക്കുള്ള അടിസ്ഥാനം ഇതാണ്, ഈ വാൽക്കഷ്ണമാണ്. പക്ഷേ ഈ വാൽക്കഷ്ണം എന്താണ്, ദുർബലമാണ്. ഇതിലെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്താ, ഈ സംഭവത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്, ആ വിവരക്കേട് കൊണ്ട് ഫത്ത് കൊടുക്കലാണ്. വിവരക്കേട് കൊണ്ട് ഫത്ത് കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്, ഒരു മനുഷ്യനെ കൊന്നത്, ഒരു മനുഷ്യനെ കൊന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രയോഗം ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു, അള്ളാഹു അവരെയും കൊല്ലട്ടെ എന്നാണ് പറഞ്ഞത്. അതൊരു കടുത്ത പ്രയോഗമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിവരക്കേട് കൊണ്ടുള്ള ഫത്വയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അജ്റ ഉന്നാസി ഫിൽ ഫത്വ അജ്റ ഉന്നാസി അലന്നാർ എന്നാണ്. ഫത്വ എടുക്കാൻ ധൈര്യം കാണിക്കുന്നവർ നരകം വാങ്ങാൻ ധൈര്യം കാണിക്കുന്നവരാണെന്നാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളൊരു ഫത്വ കൊടുത്ത് അത് പിന്നെ നേരെ എതിരാണ് എങ്കിൽ എന്ത് ചെയ്യും, ആ ഫത്വ കൊണ്ട് മനുഷ്യന്മാർ കേടാകുകയാണ്, അപകടത്തിൽപ്പെടുകയാണ്. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. തൈ വഅനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, മിനസ് സുന്നത്തി അൻ ലാ യുസല്ലി അർ-റജുലു ബിത്തയമ്മും ഇല്ലാ സ്വലാത്തൻ വാഹിദ സുമ്മ യതയമ്മമു ലിസ്വലാത്തി അൽ ഉഖ്റ റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫിൻ ജിദ്ദൻ. അങ്ങനല്ലേ, അത്രയല്ലേ ഉള്ളൂ. തൈ വഅനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, മിനസ്സുന്നത്തി, എന്താ മിനസ്സുന്നത്തി, സുന്നത്തിൽ പെട്ടതാണ്, മിനസ്സുന്ന സുന്നത്തിൽ പെട്ടതാണ്, അല്ലാ യുസല്ലി റജുലു, ഒരു മനുഷ്യൻ നമസ്കരിക്കാതിരിക്കൽ, അല്ലാ യുസല്ലി റജുൽ, ഒരു മനുഷ്യൻ നമസ്കരിക്കാതിരിക്കൽ, ബി തയമ്മുമി, തയമ്മം കൊണ്ട്, ഇല്ലാ സലാത്തൻ വാഹിദ, ഒരു നിസ്കാരമല്ലാതെ, ഒരു നമസ്കാരമല്ലാതെ. മിനസ്സുന്നത്തി സുന്നത്തിൽപ്പെട്ടതാണ്, അല്ലാ യുസല്ലി റജുലു, ഒരു മനുഷ്യൻ നമസ്കരിക്കാതിരിക്കൽ, ബി തയമ്മുമി, തയമ്മം കൊണ്ട്, ഇല്ലാ സ്വലാത്തൻ വാഹിദ, ഒരു നിസ്കാരമല്ലാതെ. സുമ്മ,
പിന്നീട് ഒരു നിസ്കാരം നിസ്കരിച്ചാൽ പിന്നീട് യതയമ്മമു ലിസ്സലാത്തിൽ ഉഖ്റ, മറ്റൊരു നമസ്കാരത്തിന് അവൻ തയമ്മം ചെയ്യണം. സുമ്മ യതയമ്മമു, പിന്നീട് അവൻ തയമ്മം ചെയ്യണം ലിസ്സലാത്തിൽ ഉഖ്റ, മറ്റൊരു നമസ്കാരത്തിന്. എന്താ ഹദീസ് പറഞ്ഞത്? ഓരോ നിസ്കാരത്തിനും ഓരോ തയമ്മം, ഓരോ നിസ്കാരത്തിനും ഓരോ തയമ്മം. ഇപ്പോൾ ഒരാൾ ദുഹുറിന് തയമ്മം ചെയ്ത് നിസ്കരിച്ച്, അസറായിട്ടുണ്ടെങ്കിൽ ഈ തയമ്മം മുറിഞ്ഞിട്ടില്ല എങ്കിലും എന്ത് ചെയ്യണം? അയാൾ അസറിന് തയമ്മം ചെയ്യണം. അതാണ് ഹദീസ് ഇതിൻ്റെ അറിയിക്കുന്നത്. പക്ഷേ ഹദീസ് റവാഹു ദാറഖുത്നി, ഇമാം ദാറഖുത്നിയാണ് റിപ്പോർട്ട് ചെയ്തത് ബി ഇസ്നാദിൻ ദഈഫിൻ ജിദ്ദൻ. എന്താ ദഈഫുൻ ജിദ്ദൻ? തീർത്തും ദുർബലമായ സനദോടുകൂടി, തീർത്തും ദുർബലമായ സനദോട് കൂടിയിട്ട് ദാറഖുത്നി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഷെയ്ഖ് അൽബാനി പറഞ്ഞത് ഇത് മൗദൂ ആണെന്നാണ്. മൗദൂ എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജ നിർമ്മിത ഹദീസ് ആണെന്നാണ്. മൗദൂ ഹദീസ് എന്ന് പറഞ്ഞാൽ വ്യാജ നിർമ്മിത ഹദീസ് എന്നാണ്. കാരണം അതിൽ അൽ ഹസൻ ഇബ്നു ഉമാറ എന്ന് പറയുന്ന റാവി ഉണ്ട്. ഹസൻ ഇബ്നു ഉമാറ, ഈ റാവി അയാൾ വ്യാജനാണ്, ദുർബലനാണ്, വ്യാജനാണ്. അതുകൊണ്ടാണ് ഈ ഹദീസ് മൗദൂ എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഹദീസ് തീർത്തും ദുർബലമാണ്. ഇമാം അൽബാനി അതിനെ മൗദൂ ആയ ഹദീസ്, കെട്ടിണ്ടാക്കിയ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് വായിക്കുമ്പോൾ നമ്മളൊരു മസല മനസ്സിലാക്കണം. തയമ്മം കൊണ്ട് എത്ര നിസ്കരിക്കാം? അതായത് കുറേ നിസ്കരിക്കാൻ അറിയുമ്പോൾ അതിന് പ്രൂഫ് വേണം, തെളിവ് വേണം, വേണ്ടേ? തെളിവ് വേണം. ഇവിടെ ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായമാണ്. മിനസ്സുന്നത്തി ലൈസില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു സഹാബി മിനസ്സുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സുന്നത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിന് സുന്നത്തിൻ്റെ ഹുക്മാണ്, റസൂലുള്ള പറഞ്ഞതിൻ്റെ ഒരു ഹുക്കുമാണുള്ളത്. പക്ഷേ ഇവിടെ ഇത് തീർത്തും ദുർബലമാണ്. മിനസ്സുന്നത്തി അല്ലാ യുസല്ലി റജുലു ബിത്തയമ്മുമി ഇല്ലാ സലാത്തൻ വാഹിദ, ഒരു തയമ്മം കൊണ്ട് ഒരു നമസ്കാരമല്ലാതെ ഒരു മനുഷ്യൻ നമസ്കരിക്കരുത്, അത് സുന്നത്തിൽപ്പെട്ടതാണ്. സുമ്മ യതയമ്മമു ലിസ്സലാത്തിൽ ഉഖ്റ, പിന്നെ മറ്റൊരു നിസ്കാരത്തിന് അയാൾ എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം എന്നാണ്. ഒരു തയമ്മം കൊണ്ട് എത്ര നിസ്കരിക്കാം? അതിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ്റെ വീക്ഷണങ്ങൾ പറഞ്ഞത്, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, സഈദ് ഇബ്നുൽ മുസയ്യിബ് ഇവരുടെയൊക്കെ അഭിപ്രായമാണ് ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കുക. അതാണ് ഇബ്നു ഹസം അംബാഹിരി, ഇമാം ഇബ്നു ഹസം സ്ഥിരീകരിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു തയമ്മം കൊണ്ട് ഒന്നേ നിസ്കരിക്കാവൂ എന്നുള്ളതിന് തെളിവില്ല. ഒരു തയമ്മം കൊണ്ട് ഒരു നിസ്കാരം നിർവഹിക്കാവും തെളിവില്ല. നമ്മൾ മുമ്പ് പഠിച്ചൊരു ഹദീസിലുണ്ട് എന്ത്? 10 കൊല്ലം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും, 10 വർഷം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാമെന്നാണ്. ഒരു തയമ്മം, അത് തയമ്മം ചെയ്ത് നിസ്കരിക്കാമെന്നാണ്. ഒരു തയമ്മം കൊണ്ട് എന്നുള്ളതല്ല, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും എത്ര തയമ്മത്തിലൂടെ നിസ്കരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അസ്സഈദു വദൂഉൽ മുസ്ലിം, അങ്ങനെ ഒരു ഹദീസ് വായിച്ചില്ലേ? അസ്സഈദ് ശുദ്ധമായ മണ്ണ് അല്ലെങ്കിൽ ഭൂതലം, വദൂഉൽ മുസ്ലിം മുസൽമാൻ്റെ വദൂ ആണ്. മനസ്സിലായി? വധു എന്ന് പറഞ്ഞാൽ എന്താ? വുളു ചെയ്യാനുള്ള സാധനം എന്നാണ്, ശുദ്ധി വരുത്താനുള്ള സാധനം എന്നാണ്. അപ്പോൾ വുളുവിൻ്റെ സ്ഥാനത്താണ് ആരെ നിർത്തിയിട്ടുള്ളത്? തയമ്മുമിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ വുളു കൊണ്ട് എത്ര നിസ്കരിക്കാം? എത്രയും നിസ്കരിക്കാം. അതേപോലെ തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം. അതാണ് ഇബ്നു ഹസം പറഞ്ഞത്. മനസ്സിലാണ്ട? ഒരു ഹദീസിൽ നമ്മൾ മുമ്പ് വായിച്ച ഹദീസിൽ അതിൻ്റെ തുടർച്ചയായിട്ട് പക്ഷേ ഈ ഭാഗമാണ് തെളിവ്, ഈ ഭാഗമാണ് തെളിവ്. അപ്പോൾ വുളുവിൻ്റെ സ്ഥാനത്താണ് തയമ്മുമിനെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം എന്നാണ് ഇമാം അബൂ ഹനീഫ, സഈദ് ഇബ്നുൽ മുസയ്യിബ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതാണ് ശരി. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായക്കാരനാണ്. ഇമാം അഹ്മദിൻ്റെ പ്രബലമല്ലാത്തൊരു റിവായത്തും അതാണ്. എന്നാൽ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അവരുടെയൊക്കെ വീക്ഷണം, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരാൾ സുന്നത്ത് നിസ്കാരത്തിന് തയമ്മം ചെയ്ത് എങ്കിൽ ആ സുന്നത്ത് നിസ്കരിക്കാൻ ആ തയമ്മം കൊണ്ട് പാടുള്ളൂ. ഫർദ് നിസ്കരിക്കണമെങ്കിൽ വേറെ തയമ്മം ചെയ്യണം. അതേസമയം ഒരാൾ എന്ത് ചെയ്തു? ഫർദ് നിസ്കാരത്തിന് തയമ്മം ചെയ്ത് എങ്കിൽ അയാൾക്ക് ഫർദ് നിസ്കരിക്കാൻ അതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാം. അതാണ് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം. അതായത് ഫർദ് നിസ്കാരത്തിന് ഒരാൾ തയമ്മം ചെയ്ത് അയാൾക്ക് ആ ഫർദ് നിസ്കരിക്കാൻ അതിന് ശേഷമുള്ള സുന്നത്തും നിസ്കരിക്കാം. അപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് ദുഹുർ നിസ്കാരത്തിന് ദുഹുറിന് തയമ്മം ചെയ്ത് അയാൾക്ക് ദുഹുർ നിസ്കരിക്കാം, ദുഹുറിന് ശേഷമുള്ള 4 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കാം. എന്നാൽ ഒരാൾ ദുഹുറിന് മുമ്പുള്ള 4 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തയമ്മം ചെയ്താൽ ആ 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുള്ള ആ തയമ്മം കൊണ്ട് ദുഹുർ നിസ്കരിക്കണമെങ്കിൽ വേറെ തയമ്മം ചെയ്യണം. അതാണ് ആ വീക്ഷണമാണ് ഇമാം മാലിക്കിൻ്റേത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു,
ഒരു വക്തിന് ഒരാൾ തയമ്മം ചെയ്താൽ ആ വക്തിൻ്റെ ഫർളും ആ വക്തിൻ്റെ സുന്നത്തും അതുകൊണ്ട് നിസ്കരിക്കാം. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ദുഹറിൻ്റെ ടൈം ആയപ്പോൾ തയമ്മം ചെയ്ത്, അയാൾക്ക് ദുഹറിൻ്റെ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, ദുഹർ 4 റക്അത്ത് നിസ്കരിക്കാം, അതിന് ശേഷമുള്ള 4 റക്അത്ത് നിസ്കരിക്കാം. അസറായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ആ ഫർദ് നിസ്കാരത്തിനും അതിൻ്റെ സുന്നത്ത് നിസ്കാരത്തിനും വേറെ തയമ്മം ചെയ്യണം. ഇതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. അത് ഇമാം അഹമ്മദിൽ നിന്ന് മഷ്ഹൂറായ അഭിപ്രായമാണ്. പക്ഷേ അതിനൊന്നും എന്തില്ല, തെളിവിൻ്റെ ബലമല്ല. തെളിവിൻ്റെ ബലം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണമാണ്. അതാണ് പിന്നെ ഇമാം ഇബ്നു ഹസം സ്ഥിരീകരിച്ചത്. വുളുവിൻ്റെ സ്ഥാനത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ വെച്ചത്, തയമ്മമിനെ വെച്ചത്. അപ്പോൾ വുളു കൊണ്ട് എത്ര ഫർദ് നിസ്കരിക്കാം, എത്ര സുന്നത്ത് നിസ്കരിക്കാം, അതേപോലെ തയമ്മം കൊണ്ട് എന്ത് ചെയ്യാം, എത്ര ഫർദ് നിസ്കരിക്കാം, തയമ്മം മുറിഞ്ഞു പോകാത്ത കാലത്തോളം, അല്ലെങ്കിൽ വെള്ളം കാണാത്ത കാലത്തോളം. പറഞ്ഞാൽ മനസ്സിലായണ്ട? ഒരാൾ വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ തയമ്മം ബാത്തിലായി. വുളു മുറിയണ കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ തയമ്മം മുറിഞ്ഞ്. അപ്പോൾ അതില്ലാത്തടത്തോളം കാലം എത്രയും ഫർദ് എത്രയും സുന്നത്ത് നിസ്കരിക്കാം എന്നുള്ളതാണ്. അലാ കുല്ലിൻ ഈ ഹദീസ് ഈ വിഷയത്തിൽ എന്താണ്, അത് ഹദീസ് തീർത്തും ദുർബലമാണ്. ചില പണ്ഡിതന്മാർ അത് മൗദൂആണ്, കെട്ടിയുണ്ടാക്കിയ ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെളിവെടുക്കാൻ പാടുള്ളതല്ല. ഇതോടുകൂടി തയമ്മും എന്ന അധ്യായം തീർന്ന് ഇനി നമുക്ക് ഹൈദ്, ബാബുൽ ഹൈദാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.